ആസുരതയുടെ അന്നമൂട്ടിൽ എന്ന വ്യത്യസ്ത ടാഗ്ലൈനുമായി ചെണ്ട യക്ഷിപ്പാട്ട് എന്ന സംഗീത ശില്പം പുറത്തിറങ്ങി. എസ്ക്വയർ ക്രിയേഷൻസ് നിർമ്മിച്ചിരിക്കുന്ന ഈ മ്യൂസിക് ആൽബം ഒരു ചെണ്ടക്കാരൻ്റെയും യക്ഷിയുടെയും കഥയാണ് പറയുന്നത്. ആൽബത്തിൻ്റെ ഗാനരചന, ദൃശ്യ സംവിധാനം എന്നിവ നിർവഹിച്ചിരിക്കുന്നത് സുരേഷ് നാരായണനാണ്. സംഗീതം ശ്രീനേഷ് എൽ പ്രഭു. തിരുവനന്തപുരം ജില്ലയിലെ ബാങ്ക് ഉദ്യോഗസ്ഥനാണ് സുരേഷ് നാരായണൻ. തിരക്കേറിയ ജീവിത സാഹചര്യത്തിലും ഇഷ്ടങ്ങളെ ഒപ്പം നിർത്തുകയാണ് അദ്ദേഹം. ഏറെ നാളത്തെ പ്രയത്നത്തിനു ശേഷമാണ് സഹപ്രവർത്തകനായ ശ്രീനേഷ് പ്രഭുമൊത്ത് ഒരു മ്യൂസിക് ആൽബം നിർമ്മിക്കുന്നത്. യക്ഷി ശാപമോഷം കിട്ടി ഒരു അമ്പലത്തിൽ ഇങ്ങനെ തളയ്ക്കപ്പെട്ട് ബന്ധനസ്ഥയായി കിടന്നതായിരിക്കാം. അപ്പോൾ അന്ന് ശപിച്ച ആൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം, ഒരു നാളൊരു ചെണ്ടക്കാരൻ ഇങ്ങോട്ട് കൊട്ടിക്കയറി വരും. അപ്പോൾ ആ ചെണ്ട മേളത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ താളത്തിലുണ്ട് നിൻ്റെ മോചനത്തിനുള്ള രഹസ്യാക്ഷരം അല്ലെങ്കിൽ അഥവാ പാസ്വേഡ്. അങ്ങനെ അയാൾ നിന്നെ മോചിപ്പിക്കും. അങ്ങനെ അപ്പോൾ ആ ഒരു എന്താ പറയുക തീം അല്ലെങ്കിൽ ആ ആശയം നമുക്ക് വളരെ ഏറ്റവും അനുയോജ്യമായിട്ട് തോന്നി. അപ്പോൾ ചെണ്ട യക്ഷിപ്പാട്ട് എന്നുള്ള രീതിയിൽ ഇതിനെ ഒന്ന് പുനരാവിഷ്കരിച്ചു. എസ്ക്വയർ ക്രിയേഷൻസ് നിർമ്മിച്ചിരിക്കുന്ന ഈ മ്യൂസിക് ആൽബം ഒരു ചെണ്ടക്കാരന്റെയും യക്ഷിയുടെയും കഥയാണ് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യ സ്പൂക്ക് റോക്ക് ശൈലിയിലുള്ള ആൽബമാണ് യൂട്യൂബിൽ റിലീസ് ചെയ്ത ചെണ്ട യക്ഷി. ചെണ്ട കേട്ടാൽ ഉണരുന്ന രക്തദാഹിയായ യക്ഷി എന്ന സുരേഷ് നാരായണന്റെ ആശയത്തിൽ നിന്നാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. അജയരൂപം കാട്ടി നിന്ന് ചെണ്ടപെരുക്കും മാദേവാ നേതി 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 ചെണ്ടപെരുക്കും മാദേവാ നേതി 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 ആരുമേ അതു ചൊന്നതില്ല. 4 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിലൂടെ ഈ കഥ മനോഹരമായാണ് ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്. യക്ഷിയായി കീർത്തി സുരേഷും ചെണ്ടക്കാരനായി സച്ചിൻ ശങ്കറും എത്തുന്നു. ഗാനരചന, ദൃശ്യം സംവിധാനം ഇവ മൂന്നും കൈകാര്യം ചെയ്തിട്ടുള്ളത് യുവകവി സുരേഷ് നാരായണൻ തന്നെ. സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ശ്രീനേഷ് എൽ പ്രഭു. ഗായകൻ അഖിൽ യശ്വന്ത്. മിക്സിംഗ് വിനീത് എസ് തപ്പാൻ. അമൃതാനുസ്, തിരുവനന്തപുരം.